വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഉം. കല്യാണം എടുക്കാൻ പോകും. അപ്പൊ ഉം. ഞാൻ ലൈറ്റ് പിടിക്കുമായിരുന്നു ആ. കുറച്ച് നാള്. ആ. പിന്നെ കുറെ നാള് ക്യാമറ എന്റെലാ തരുന്നത്. അപ്പൊ ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ആ. പിന്നെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അന്ന് ഇതേപോലത്തെ ചെറിയ ചോട്ട ക്യാമറ അല്ല. ആ. അന്ന് ക്യാമറയും എൻ്റെ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു 10 വലുതാണ്. കിലോ 15 കിലോ ഉണ്ടാവും. ഉം. അപ്പൊ ഇതും കൊണ്ട് കുറെ ചുമന്ന് നടന്നിട്ടുണ്ട്. വിദേശത്തുള്ള പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെ അതെ. അന്ന് ഇതൊക്കെ കൊണ്ട് ചുമന്ന് കുറെ നടന്നിട്ടുണ്ട് ഞങ്ങള്. ഉം. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു കഷ്ടപ്പാട് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് വരുമ്പോ അത് കാരണം ഇവര് ഡേറ്റ് ഒന്ന് മാറ്റി വേറെ സമയത്തേക്ക് ആക്കുമോ എന്ന് പറയാൻ പോലും ഒരു മടിയാ. മടിയാണ്. മനസ്സിലായില്ലേ? ചേട്ടന് അതിന്റെ ബാക്കിലെ ബുദ്ധിമുട്ടുകള് ബാക്കില് കുറെ ആ അറിയാവുന്ന. ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വന്ന ആളാ. അതാണ് എനിക്ക് തോന്നുന്നത് രമേശ് പിഷാരടി ചേട്ടൻ ആ ഒരു സ്റ്റേജിൽ വെച്ച് പറയുണ്ടായി, എന്താ പറയാ, കലാകാരൻ എന്ന് പറഞ്ഞതിന്റെ അവസാനം KS പ്രസാദ് ആയിരിക്കും എന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് അല്ലേ ചേട്ടാ? അത് ഓരോരുത്തര് ചിലര് സിനിമ താരങ്ങളായിട്ട് പെട്ടെന്ന് വരുന്നവരുണ്ടാവും. ഉം. പിന്നെ മിമിക്രിയിലൂടെ വന്ന് പിന്നെ ചാനലുകളിൽ വന്നിട്ട് പിന്നെ സ്റ്റാർ ആവുന്നവരുണ്ടാവും. ഉം. അപ്പൊ നമ്മൾ ഈ സ്റ്റാറുകളാക്കാനായിട്ട് നമ്മൾ കുറെ നാൾ നടന്നിട്ടുണ്ട്. കുറെ ഉം. പേരെ അതെ ക്യാമറയും അതെ കൊണ്ട് അതെ അതെ. നടന്നിട്ടുണ്ട്. ഉം. പിന്നെ അന്നെടുത്ത റിസ്ക് ഭയങ്കരമാ. ഉം. കാരണം നമ്മള് ഷൂട്ട് ചെയ്യാനായിട്ട് ഷൂട്ട് ചെയ്ത് ഈ കാസറ്റ് വിൽക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ.